ഇന്ന് ലഞ്ചിന് അമ്മ താള് കൊണ്ട് ഒരു കറി ഉണ്ടാക്കി. അപ്പോൾ താളെന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ടിച്ചേമ്പില്ലേ, കണ്ടിച്ചേമ്പിൻ്റെ സ്റ്റെമ്മാണത്, തണ്ടാണ്. തണ്ട് കൊണ്ടാണ് കൂട്ടാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ സംസാരിക്കുന്നത് മലയാളമാണ് കേട്ടോ. കുറച്ച് തമിഴും കുറേ മലയാളം കലർന്ന ഒരു ഭാഷയാണ്. ഇറ്റ് ഈസ് ക്വൈറ്റ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നാച്ചുറലായിട്ട് എടുത്ത കാരണം ആ ഭാഷയിലാണ് വന്നിരിക്കുന്നത്. എന്തായാലും I will share with you all the story behind that കൂട്ടാൻ and how my mother makes it also. പണ്ട് നമ്മളോട് വെള്ളാങ്കല്ലൂര് വീട്ടില് തൊഴുത്തുണ്ടാവും. തൊഴുത്തിലെ ചാണം ഡെയിലി ക്ലീൻ ചെയ്യും. താള് ചുവந்த താളുണ്ട്. ചുവந்த താള് തണല് വേണം എന്നുള്ളതുക്ക്, നനവുള്ള സ്ഥലം. അതെപ്പോഴും എന്താ ചാണക്കുഴിയോട് കിട്ടക്ക നിറച്ചിട്ടാവും മതി. നല്ല ഭംഗിയും കാണത്തുക ചുവந்த തണ്ടായിട്ട്. വെരി വെരി ടേസ്റ്റി പറഞ്ഞാൽ വെരി വെരി ടേസ്റ്റി. അത് സായങ്കാലം ഇപ്പോൾ കൂട്ടാൻ വേണം, ഗസ്റ്റ് വന്നാ എന്നെ വേണം എന്ന് കഴിഞ്ഞാൽ അമ്മ പോവാം, അതെടുക്കുക, ഒരു 5-8 തണ്ടെടുക്കുക, ചെറുന്ന് നിറക്കുക. അന്നേക്കെല്ലാം കലച്ചട്ടിയാകും, അടുപ്പും കലച്ചട്ടി. വിത്തിൻ സെക്കൻഡ്സ് ഇത്രയും ഇരിക്കുന്നത് വെന്ത് താഴും. നമ്മരെ അരച്ചു വിടുക, കൂട്ടാൻ റെഡി. കടുക് തളിച്ച് കൊട്ടുന്നാൽ വെരി ടേസ്റ്റി. അപ്പോൾ വറവാളെല്ലാം ബോംബെയിലേന്ത് ചെന്നൈയിലേന്ത് എല്ലാം ഫോറിൻ അങ്ങേന്ന് പറഞ്ഞ ആൾക്കാരാകും. അവൾക്ക് ഇന്ന് താളൊന്നും കിടക്കാതെ ഇന്ന് കൂട്ടാനവ അപ്പടി ടേസ്റ്റ് വേണ്ടി തിന്നുക. എന്നെ നിന്നാർക്ക് ഇത്ര ചോറാർക്ക് ബിക്കോസ് അവൾക്ക് ഒരു കാലം താള് കിടക്കാതെ. വെരി ഡിലിഷ്യസ്. പിന്നെ എൻ്റെ അമ്മയുടെ കൈപ്പുണ്യം ലോകത്തിൽ ആർക്കുമില്ല എന്ന കൈപ്പുണ്യം. തൊട്ട അമൃതം നേരിയിരിക്കും. അന്ത കൈപ്പുണ്യം ഒന്നും എന്നോട് 7 അയലക്കത്ത് കൂടി പോയിട്ടില്ലേ. താള് ചേച്ചിയാണ് താള് കെട്ടാൻ പോണത്. അപ്പൊ ഇതാ നല്ലത്. ഈ താളോ? ഇതാണ് താള്. ഇതിന്റെ അടിയില് എന്താ മുളയ്ക്കുക? ചേമ്പാണോ? ചേമ്പും കണ്ണു. ചേപ്പൻ കണ്ണിന്. മൂന്നെണ്ണം പോരെ? ഒരു നേരത്തേക്കല്ലേ നമുക്ക്? ഓക്കെ. താളെടുത്തു. സ്പോഞ്ച് മതി. ഇങ്ങനെ ഈ വന്നില്ലേ അതേപോലെ വരണം. പക്ഷെ അത് വന്നില്ല. നീളത്തിൽ ഇങ്ങനെ വരും. ഇതിപ്പോൾ ഇങ്ങനെ ഈ മുറിഞ്ഞ് പോണ കാരണം ഉണ്ടല്ലോ. കറ അല്ലേ? ശരിക്കും ബ്ലാക്ക് ആയി. ഉണ്ട് കറിയുണ്ട്. പിന്നെ കട്ട് ചെയ്തു. ഇനി കറി ഉണ്ടാക്കാം അല്ലേ? പുളി ഒഴിച്ചുകൂടെ പറയാ? വെള്ളം ഒന്നും വിടണ്ട. പുളിവെള്ളം. എത്ര പുളി എടുത്തിട്ട് പോയി? ரொம்ப കുറവ് വരുമല്ലോ വെള്ളം. മഞ്ഞൾപ്പൊടി ബിക്കോസ് ரொம்ப ചുങ്കി പോയിടും. ഓക്കെ, കുറവ് പോട്ടാ പോലെ. ரொம்ப கொஞ்சம் மட்டும் போடு.
അടച്ചൊക്കെ വെച്ച് കുക്ക് പണ്ണല്ലോ അമ്മ. ഇന്ന് അടുപ്പാനുണ്ടായിരുന്നു. കനച്ചട്ടിയിൽ കൊട്ടാൻ ഒരു സെക്കൻഡ്. ഓ എത്ര വെള്ളം ഒന്ന് എടുത്തു കൊടുത്ത ഇനി ശർക്കര കൂടെ പറയാം. അത് നമുക്ക് ഒരു സ്വീറ്റ്നെസ് ഇഷ്ടമല്ല, എല്ലാവർക്കും ഇഷ്ടമല്ല. നമുക്ക് എല്ലാവരും രീതി കൊഞ്ചം അതായത് അഞ്ച് തേങ്ങ അരച്ചു. ഇപ്പൊ എന്നാ ഇതായി തേങ്ങ എഴുതേ തേങ്ങ എന്നിട്ട് എത്ര പച്ചമുളക് എടുക്കറേ? അത് ഇരുവിനനുസരിച്ച് 2 3 എടുക്കല. കടുക് ഒരു കയ്യിലെല്ലാം കാട്ടി പോടണം. ഒരു മിനിറ്റ്. ഓക്കെ 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 നന്നായി അരിഞ്ഞല്ലോ. എണ്ണ മതി. കൊള്ളാമോ? സ്വല്പം കൂടി പുളിയാവില്ല. അപ്പൊ എന്നെ പോറായി തൈര് കൂട്ടാൻ തൈര് വിടുവേ? അപ്പൊ പുളിച്ച തൈരല്ലോ, ഒരുമാതിരി പുളിച്ച തൈര്. നിർബന്ധമല്ലേ തൈര്? അതെല്ലാം നമ്മളോട് മനോജിതം. അത് കഴിഞ്ഞ് തിളക്കപ്പെടാതെ നല്ല ഉണ്ടോ? വെട്ടി തിളക്കണ്ട, കൂടെ നിൽക്കണം. ആദ്യം ഇപ്പൊ ശരിയാച്ചാ ഉപ്പ്, മധുരം, പുളി, ഉപ്പൊക്കെ പാകാം. അപ്രൂവ്ഡ്. അവള് ഉപ്പോടെ ഇളകും. ഇനി കടുക് 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 സ്പെഷ്യൽ വേണം മേടി. അമ്മ എന്താ കറണ്ട് ഏതാക്കും? എന്നോട് അമ്മയ്ക്ക് കല്യാണം കഴിച്ചു വറുത്ത. അമ്മയോട് കല്യാണം 7ാമത്തെ 8ാമത്തെ വയസ്സിലായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഒരു 13 വയസ്സിലേക്ക് മമ്മിയപ്പുറം കൂട്ടിണ്ടെന്താ വെള്ളാങ്കല്ലൂർ. അപ്പോൾ പാത്രങ്ങളെല്ലാം കൊടുത്തനുപ്പണം. അപ്പോൾ അമ്മയോട് കൂടെ കൂടെ പാത്രങ്ങളോട് കൂടെ വന്ന കരണ്ടേക്ക്. ഇത് എനക്കുള്ളത് കേട്ടിയാ. ഓക്കെ, ദിസ് ഇസ് മൈൻ. ഓക്കെ. കടുക് തളിക്കാൻ റെഡി അയച്ചു. കടുക്, വെളിച്ചെണ്ണ നീട്ടി വെച്ച് തരക്കും. ഉലുവ, ചുവന്തമുളകായി ആൻഡ് കരുവേപ്പില. ആൻഡ് എന്നോട് ഫോറിനെടുപ്പ്, മദാമ എടുപ്പ്. ചൂടാവട്ടെ. ഓക്കെ, കടുക് പൊട്ടിയിട്ടില്ല, പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ശരി. കടുക് നല്ലോണം പൊട്ടണം. എല്ലാവരും കടുക് പൊട്ടുമ്പോ ഇടും, അത് പറ്റില്ല. അടുത്ത് തന്നെ കൂടെ ഉലുവായി. ഉലുവയും പൊട്ടണം, പൊട്ടി മണം വരണം. എന്താ ഓഫ്. കഴിഞ്ഞു, കൂട്ടാൻ റെഡി. അത് തന്നെ. താള് പച്ചടി റെഡി. ഇത് ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡിഷാണ്, അമ്മൂമ്മയുടെ ഡിഷാണ്. ആൻഡ് ആസ് എക്സ്പെക്റ്റഡ് നോ ഓണിയൻ നോ ഗാർലിക് ഉള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.